ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജോഗ് ഫോൾസിലേക്കാണ്. ഈ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് KSR എന്നാണ്. പെട്ടെന്നെടുത്ത ട്രിപ്പ് ആയതുകൊണ്ട് ആളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഞാനും അപ്പവും കൂടിയാണ് ജോഗ് ഫോൾസിലേക്ക് പോകുന്നത്. അങ്ങനെ സ്റ്റേഷനിലെത്തി ഞങ്ങൾ നേരെ കണ്ട് ടിക്കറ്റും എടുത്തു. സീറ്റ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും കിട്ടിയൊരു സീറ്റിൽ ഞങ്ങളിരുന്നു. യാത്ര തുടങ്ങി. ഷിമോഗയിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നേരം വെളുത്തിരുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ വ്യൂ മൊത്തം മാറി. ചുറ്റും പാടങ്ങളും നല്ലൊരു മൂടി ക്ലൈമറ്റുമായി മാറി. അങ്ങനെ ഷിമോഗ കഴിഞ്ഞ് 2 സ്റ്റേഷൻ എത്തുമ്പോഴാണ് തലകുപ്പ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്ത ബസ്സും കിട്ടും. തലകുപ്പ സ്റ്റേഷനിൽ നിന്ന് ജോഗ് ഫോൾസ് വരെ 18 കിലോമീറ്ററോളം ദൂരമുണ്ട്. ബസ്സിൽ പോകുന്തോറും മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു സ്ഥലങ്ങളൊക്കെ. ആ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു വ്യൂ ജോഗ് ഫോൾസിൽ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ജോഗ് ഫോൾസിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് ശരിക്കും ഒരു 1.3 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ ക്ലൈമറ്റ് നല്ലതായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ബസ് ഇറങ്ങിയപ്പോൾ തൊട്ട് ചെറിയ പൊടിമഴയുണ്ട്. അതുപോലെ തന്നെ നല്ല കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ നടന്നു. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ആദ്യം ഇവിടുത്തെ ഒരു സീക്രട്ട് ലൊക്കേഷനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതെവിടെയാണെന്ന് ഞാൻ പുറകെ പറയാം. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് പിന്നെയും മഴ കൂടി. അങ്ങനെ മഴ കാരണം ഞങ്ങൾ കയറിയിരിക്കുമ്പോഴാണ് ഒരു മലയാളി വന്ന് ഞങ്ങളോട് പരിചയപ്പെടുന്നത്. അങ്ങനെ പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പുള്ളിയുടെ നിന്ന് 2 റെയിൻ കോട്ടും വാങ്ങി. അത്യാവശ്യം നല്ല കമ്പനിയായി. നേരെ എൻട്രി ഗേറ്റ് ചെന്ന് ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇതിനകത്ത് ശരിക്കും വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ ക്യാമറ ഇരുന്ന് കണ്ടുകൊണ്ട് 100 രൂപ ക്യാമറയ്ക്ക് ചാർജ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 100 രൂപ കൊടുക്കുന്നതിന് ശരിക്കും വിഷമമുണ്ടായിരുന്നു. ആദ്യം കുറച്ച് വിഷമം തോന്നിയെങ്കിലും അകത്ത് വന്ന ആ ജോഗ് ഫോൾസിൻ്റെ വ്യൂ കണ്ടപ്പോഴേക്കും എല്ലാം മാറി. കയറിയപ്പോൾ നല്ല മഴയായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം മഴയും തോർന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഡ്രോൺ എടുത്തൊന്ന് പറത്തി നോക്കി. ശരിക്കും ഡ്രോണിലൂടെ കണ്ട കാഴ്ച പറഞ്ഞറിയിക്കാനും പറ്റാത്തതായിരുന്നു. കുറേ റിസ്ക് എടുത്താണെങ്കിലും നല്ല കുറേ ഡ്രോൺ ഷോട്ടുകൾ കവർ ചെയ്യാൻ പറ്റി. മുകളിലൂടെ കണ്ട കാഴ്ചകൾ വാക്കുകൾക്കും അപ്പുറമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഏജൻറ്റിനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പുള്ളി വഴി ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റാണി ഫോൾസും കണ്ടു. ഇതിന്റെ പേര് റാണി. ടോട്ടൽ 10,000. ആ വെള്ളം പോണ്ടല്ലോ, അത് അറബിക്കടലിലെ നാട്ടിലൊക്കെ കടലില്ലേ, ആ അറബിക്കടൽ. ജൂൺ മുതൽ മഴ കൂടിയത് കാരണം ആ സീക്രട്ട് ലൊക്കേഷൻ ക്ലോസ് ആയിപ്പോയി. പക്ഷേ എന്നാൽ ആ ഷോട്ട് ഞാൻ എടുത്തു. അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെന്ന് മാത്രം. ഈ യാത്രയിൽ ജോഗ് ഫോൾസ് എന്ന് മാത്രമല്ലായിരുന്നു, ഇടയ്ക്കുള്ള നിമിഷങ്ങളും പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളും മഴയും കണ്ടുമുട്ടിയ ആൾക്കാരും. ജോഗ് ഫോൾസ് ഒരു ഡെസ്റ്റിനേഷൻ മാത്രമായിരുന്നില്ല, ഒരു കഥയായി മാറി.